നമസ്കാരം. മറ്റൊരു ശിവ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്നതായ ചില സന്ദേശങ്ങളെക്കുറിച്ചാണ് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അല്ലെങ്കിൽ ആ ദേവതയ്ക്ക് മുൻപിൽ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളോ മനസ്സിലെ വിഷമതകളോ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതുമാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ഈ സമയം കൊണ്ട് അനുഭവിച്ച് തീർന്നിരിക്കുന്നതായ കഷ്ടപ്പാടുകൾക്കും വിഷമതകൾക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ക്ഷമിച്ച് മുന്നോട്ട് പോയിരുന്ന നിങ്ങൾക്ക് ലഭിക്കുന്നതായ അനുഗ്രഹം തന്നെയാണ് ഈ അധ്യായം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പരാമർശിക്കാൻ പോകുന്ന ഈ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ശക്തമായ വാക്കുകൾ തന്നെയാണ്, കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനായി പോകുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ ഭഗവാൻ ആഗ്രഹിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ നിഗമനം തന്നെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങളെ ക്ഷമ പരീക്ഷിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ആ ക്ഷമ പരീക്ഷകളിൽ പോലും നിങ്ങൾ വിജയം വരിച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും ഒരു പ്രതിഫലം ലഭിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ ചെയ്തിട്ടുള്ളതായ കഠിനാധ്വാനം അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു, അടുത്തെത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പലവിധ ചോദ്യങ്ങൾ ഉണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. എന്തുകൊണ്ട് എൻ്റെ ദുരിതങ്ങൾക്ക് അവസാനമില്ലേ എന്ന നിങ്ങളുടെ പ്രാർത്ഥന, അതിന് കൃത്യമായ ഉത്തരം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ നൽകുകയാണ്. ഈ സമയം വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ കർമ്മങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങളും ഒരുമിച്ച് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇത് നിങ്ങൾക്ക് ഒരു സാധാരണമായ ഒരു അവസരമായി കണക്കാക്കുവാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കാം. ഈ സമയം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ വിട്ടുകളയാൻ പാടില്ല എന്നത് ഭഗവാന്റെ സന്ദേശം തന്നെയാണ്. ജീവിതത്തിലെ തടസ്സങ്ങളെക്കുറിച്ച് നോക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും വേദനകളും വിഷമതകളും അനുഭവിച്ച നിങ്ങൾക്ക് അത് കേവലം ഒരു പരീക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ വിഷമകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, തകർന്നു പോയ സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങളെ താഴ്ത്തുവാൻ അല്ലെങ്കിൽ നിങ്ങളെ പ്രതിസന്ധി ഘട്ടത്തിൽ തളച്ചിടുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഒരുപാട് കരഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ആ കണ്ണുനീരിനിടയിലും നിങ്ങളുടെ വിഷമങ്ങൾക്കിടയിലും പ്രതീക്ഷ നശിച്ചിരുന്നില്ല എന്നത് വാസ്തവമാണ്. ആ പ്രതീക്ഷ മനസ്സിൽ സൂക്ഷിച്ചിരുന്നവർ തന്നെയാണ് നിങ്ങൾ. ആ പരീക്ഷകളിൽ തന്നെയാണ് നിങ്ങൾക്ക് വിജയം വരിക്കുവാൻ സാധിച്ചിട്ടുള്ളത് എന്നതും വാസ്തവം തന്നെയാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമതകൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ കഠിനമായ പോരാട്ടങ്ങളാണ് എങ്കിലും വിഷമകരമായ സാഹചര്യങ്ങളാണ് എങ്കിലും അവസാനിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് പറയാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്.
എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ശത്രു എന്ന് പറയുന്നത് അത് പുറത്തുള്ള വ്യക്തികൾ മാത്രമല്ല, മറിച്ച് നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. അതേക്കുറിച്ച് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. പല വ്യക്തികൾക്കും നിങ്ങളുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നതായ പല കാര്യങ്ങളിലും അസൂയയുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഇല്ലാ കഥകൾ പറയുന്നതായ സാഹചര്യം നിങ്ങളെ എപ്രകാരം താഴ്ത്തി കെട്ടുവാൻ സാധിക്കുമോ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് അത് കൃത്യമായി അവർ പ്രയോജനപ്പെടുത്തുന്നു എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, വലിയ ശത്രു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ദോഷം വരുത്തുന്ന ശത്രു ഒന്ന് നിങ്ങൾ തന്നെയാണ്. കാരണം ചില സമയങ്ങളിൽ ക്ഷമയില്ലാത്തതായ അവസ്ഥ, അറിയാതെ പറഞ്ഞു പോകുന്നതായ ചില കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളെ ദുർബലരാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഈ സമയം കീഴടങ്ങാൻ പാടുള്ളതല്ല. നിങ്ങളുടെ മനസ്സിലുള്ള ആ ശത്രുവിൽ നിങ്ങൾ കീഴടങ്ങാൻ പാടില്ല എന്ന വ്യക്തമായ സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈ സമയം ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾ തീർച്ചയായും നിങ്ങളിലുള്ള വിശ്വാസം വീണ്ടെടുക്കേണ്ടത് അനിവാര്യമാണ്. വിശ്വാസം പോലും അടിയറവ് വച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ കർമ്മത്തിലും നിങ്ങൾ വിശ്വാസം കൊണ്ടുവരേണ്ടതാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ കൃത്യമായ വെളിപ്പെടുത്തലുകൾ, അതായത് നിങ്ങളുടെ മനസ്സിൽ നിന്നും ചില തെറ്റായ ചിന്തകൾ കടന്നു വരികയും അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. എന്നാൽ ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങൾ വെളിപ്പെടുത്തുന്നതായ കാര്യം, നിങ്ങളുടെ പ്രവൃത്തി മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ വികാരങ്ങളും നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ്. അതായത് പ്രധാനമായും നിങ്ങൾ പൂർണ്ണമായ വിശ്വാസം കൊണ്ടുവരണം. ദേഷ്യം പോലുള്ള കാര്യങ്ങൾ ഈ സമയം നിങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. മറിച്ച് അസൂയയോടെയും വെറുപ്പോടെയും പല വ്യക്തികളും നിങ്ങളെ കാണുന്നുണ്ട് എങ്കിലും ഈ സമയം അതിനെല്ലാം മറുപടി കൊടുക്കാൻ നിൽക്കാതെ ശാന്തമായി നിങ്ങൾ ഇരിക്കേണ്ടതാണ്. പലപ്പോഴും അശാന്തി മനസ്സിൽ പടരുന്നു എങ്കിലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഭഗവാന് മുൻപിൽ അർപ്പിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഈ സമയം ഭഗവാനിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ, ചില അനുകൂല കാര്യങ്ങൾ, അത് നിങ്ങളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പോസിറ്റീവായ ഊർജം, ഇത് തന്നെയാണ് നിങ്ങളിൽ നിന്നും ആ കാര്യങ്ങളെ ഉണർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം എന്ന് കാണുന്നു. അതിനാൽ തന്നെ തീർച്ചയായും ആ അവസരം നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കേണ്ടതാണ്. നിങ്ങളിൽ ചില കർമ്മങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ അതിൽ ഒരു ചിന്ത ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ചില വ്യക്തികൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കുവാൻ പാടുള്ളതല്ല. കാരണം ഒരു കാര്യത്തിൽ വിശ്വാസം അർപ്പിച്ച് ആ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ആര് തന്നെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചാലും പലവട്ടം ചിന്തിക്കണം. അത് അനുകൂലമാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും മുന്നോട്ട് പോകാം. അതല്ല പ്രതികൂലമാണ് എങ്കിൽ അത് ഈശ്വരന്റെ അനുഗ്രഹമായി കണ്ട് ആ കാര്യങ്ങളിൽ നിന്നും ആ വ്യക്തികളുടെ ഉപദേശം സ്വീകരിച്ച് നിങ്ങൾക്ക് പിൻവാങ്ങുവാൻ സാധിക്കും. ഈ സമയം വളരെ വ്യക്തമായി തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും മുന്നറിയിപ്പുമാണ് ഭഗവാൻ നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ ചില കാര്യങ്ങളിൽ ചിലരോട് പരാതി പറയുന്നതായ സാഹചര്യമുണ്ട്. അത് ആവശ്യമുണ്ടോ എന്ന് പുനർവിചിന്തനം നടത്തേണ്ടത് അനിവാര്യമാണ്. ചില അവസരങ്ങളിൽ നിങ്ങൾ ചില വ്യക്തികളുമായി നിങ്ങളെ താരതമ്യപ്പെടുത്തുന്നത് പതിവ് സംഭവം തന്നെയാകാം. അല്ലെങ്കിൽ മനസ്സിലാണ് എങ്കിലും അത്തരത്തിൽ ചിന്തിക്കുന്നതായ കാര്യമുണ്ട് എങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ പോസിറ്റീവായ ഊർജം വീണ്ടെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ
ചില വ്യക്തികൾ നെഗറ്റീവായ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും നിങ്ങൾ പിൻവാങ്ങേണ്ടത് അനിവാര്യമാണ്. ഇത്തരം വ്യക്തികൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കില്ല എന്നത് വാസ്തവമാണ്. അതിനാൽ നെഗറ്റീവായ കാര്യങ്ങൾ പറയുന്ന ഇത്തരം വ്യക്തികളിൽ നിന്നും നിങ്ങൾ ഒരു അകലം പാലിക്കേണ്ടതാണ്. ഭഗവാനിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ പൂർണ്ണമായും നിങ്ങൾ മനസ്സർപ്പിച്ച് ധ്യാനം നടത്തേണ്ടത് അനിവാര്യമാണ്. പല തടസ്സങ്ങളും ഇത് മുടക്കുവാൻ വന്ന് ചേർന്നു എന്ന് വരാം. അത് ജീവിതത്തിൽ പലപ്പോഴും അനുഭവഭേദ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് പാടുള്ളതല്ല. വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ജീവിതത്തിൽ നിങ്ങളുടെ ദിശ തന്നെ മാറ്റിമറിക്കുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്നതായ ദിവ്യ സന്ദേശങ്ങളിലൊന്ന് ആലസ്യം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളതാണ്. ഒരു കാര്യത്തിലും സംശയത്തോടെ മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. അതിൽ വ്യക്തത വരുത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ കൺമുൻപിലൂടെ മുന്നോട്ട് പോവുകയും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവസരങ്ങളായി ഭഗവാൻ നൽകിയിട്ട് ആ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലൂടെ പോവുകയും അത് വിനിയോഗിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധ പുലർത്തണം. കാരണം പിന്നീട് ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം എന്നില്ല. അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഒന്ന് പിന്നിലേക്ക് ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ ഇത്തരം ചില അവസരങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായി കാണുവാനായി സാധിക്കുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതായ കാര്യമില്ല. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സാഹചര്യവും പുതിയ അവസരങ്ങൾ നൽകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഉറച്ച വാഗ്ദാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല അവസരങ്ങളിലായി കടന്നുകൂടിയിരിക്കുന്ന ഭയം എന്നൊരു കാര്യം അത് പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം പല കാര്യങ്ങളിലും പല വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. എന്നാൽ ആ വാഗ്ദാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ തകർക്കുവാനും ഒറ്റപ്പെടുത്തുവാനും ശത്രുക്കൾ ശ്രമിക്കുന്നതായ ഒരു കാര്യവുമായി മാറാവുന്നതുമാണ്. അതിനാൽ തന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ടതായ കാര്യം ഭഗവാന്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയുടെ ഒരു സംരക്ഷണം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായും പല കാര്യങ്ങളും പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നൽകും. പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറി നിൽക്കുവാൻ സാധിക്കും. ചില തിന്മകളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം ചില ചിന്തകളിൽ നിന്നോ നിങ്ങൾക്ക് മാറി നിൽക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന വാക്കുകൾ തന്നെയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങളിൽ വിശ്വസിക്കുന്ന ആ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. ഭഗവാനെ കൃത്യതയോടെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെയും ഭഗവാൻ കൈവിടില്ല എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം. ബന്ധങ്ങളിൽ ദൃഢത പുലർത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും പതറിപ്പോയ സാഹചര്യമുണ്ട്. അത് വിജയം പോലും നിന്നിൽ നിന്നും അകറ്റിയ സാഹചര്യമുണ്ട് എന്ന് ഭഗവാൻ കാണുന്നു. അത്തരം കാര്യങ്ങൾ മനസ്സിനെ ബാധിക്കാൻ പാടുള്ളതല്ല. മനസ്സിൽ തന്നെ നിങ്ങൾ അവസാനിപ്പിച്ച അല്ലെങ്കിൽ നിലകൊള്ളുന്ന ചില സ്വപ്നങ്ങൾ അത് നിങ്ങളിലേക്ക് അനുകൂലമായി തീരാവുന്ന ചില അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും അഭിനന്ദനങ്ങൾക്കുള്ള അവസരങ്ങളും ചില നല്ല വാക്കുകൾ ചില വ്യക്തികളിൽ നിന്നും ലഭിക്കുന്നതും നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു എന്ന് വരാം. വീട്ടിൽ നിന്നും അകന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സമാധാനം, ഐക്യം
എന്നിവ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായ ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. സമാധാനം നിറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകാൻ പോകുന്ന സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. പലരും അത്ഭുതപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ പരിശ്രമങ്ങൾ അത് വലിയ ഫലങ്ങൾ നൽകുന്നതായ സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാം. പല പരിശ്രമങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അത് ദോഷകരമായി അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഫലം നൽകിയില്ല എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം. ഭഗവാൻ കൂടെയുണ്ട് എന്നും നിങ്ങൾ പരിശ്രമിക്കുന്നതിൻ്റെ ഫലം അത് നിങ്ങളിലേക്ക് ഉറപ്പായും ലഭിക്കും എന്നൊരു സന്ദേശം തന്നെയാണ് ഭഗവാൻ നൽകുന്നത്. ഈ സമയം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പല വിധത്തിലും മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനമായും നിങ്ങളുടെ അസ്തിത്വത്തെ പോലും ബാധിക്കുന്ന ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളിലേക്ക് ഒരു ശക്തി ഭഗവാൻ പ്രവേശിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഭയം, സംശയം ഇവ ഇല്ലാതാക്കുവാൻ ഇതിലൂടെ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. മുൻപിൽ ഇരുട്ട് മാത്രമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. അന്ധകാരത്തിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം, അവിടെയാണ് ഒരു മാറ്റം ഭഗവാൻ കൊണ്ടുവരുന്നത് എന്ന കാര്യം ഓർക്കുക. വിഷമങ്ങൾ ഒഴിഞ്ഞ് നിങ്ങൾ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുന്നതായ സാഹചര്യമുണ്ട്. ആ ഭയത്തെ തരണം ചെയ്യുവാൻ സാധിക്കും. ഈ സമയം ആത്മവിശ്വാസമാണ് കടന്നു വരിക. ഈ സമയം തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഭഗവാൻ വഴികാട്ടിയായി നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതിനാൽ കൂടിയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം വെളിച്ചത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങൾ വിജയിക്കുന്ന സാഹചര്യം വന്നു ചേരും. വരും സമയങ്ങളിൽ പോലും നിങ്ങൾക്ക് ചില ശുഭകാര്യങ്ങൾ കേൾക്കുവാനോ കാണുവാനോ ജീവിതത്തിൽ സംഭവിക്കാനോ സാധിക്കും. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങണം.